എല്ലാവർക്കും ആകൃതി ബൈ ധമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രഷ്ഡ് ബനാറസി ചുരിദാർ മെറ്റീരിയൽ ആയിട്ടാണ്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ, ചുരിദാർ മെറ്റീരിയൽ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പർ, ഒരു ക്രഷ്ഡ് മെറ്റീരിയലാണ്. ഇതൊരു കോപ്പർ, ഒരു തിളക്കം, ഒരു കോപ്പറിൻ്റെയൊക്കെ ഒരു ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇവിടെ യോക്ക് പാർട്ടിൽ ഇങ്ങനത്തെ ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു വർക്കും നമുക്ക് ടോപ്പിൽ വരുന്നില്ല, പ്ലെയിൻ ആണ്. ഇതുണ്ടോ, അതായത് ഒരു നല്ല ക്രേപ്പ് ലൈനിങ് നമുക്ക് കൊടുക്കാം. ക്രേപ്പ് സിൽക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് പോലെ, അതായത് നല്ല ഒരു ഭംഗിയാണ് കേട്ടോ. ഇതാ കാണിച്ചു തരാം. ഇത് നല്ല ഒരു എലഗൻറ്റ് ലുക്കായിരിക്കും നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നല്ല ഒരു ക്രേപ്പ് സിൽക്ക് മെറ്റീരിയൽ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബോട്ടം സെയിം ഒരു ഐവറി ഷെയ്ഡാണ് നമുക്ക് വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ് നമുക്ക് ബോട്ടമായിട്ട് വരുന്നത്. കണ്ടോ, ഇത് കാണുന്നില്ലേ? പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയാണ് കേട്ടോ. അതായത് സെയിം ക്രഷ്ഡ് മെറ്റീരിയലാണ് നമുക്ക് ദുപ്പട്ടയായിട്ട് വരുന്നത്. ഇതാ നന്നായിണ്ടോ, കണ്ടോ? ഹെവി ആയിട്ട് നല്ലൊരു വർക്കാണ്. ഇതാ ഇവിടെ നല്ല ബനാറസി ബോർഡറാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് പുറകുവശത്ത് ഇതാ സിൽവർ സെറിയും അതുപോലെ തന്നെ കോപ്പർ സെറിയും പോകുന്നുണ്ട്. വീവിങ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൽ ഒരു ഫ്ലോറൽ ഡിസൈനാണ് നമുക്ക് ദുപ്പട്ടയിൽ വരുന്നത്. ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ വിത്ത് ദിസ് ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് വിഷുവിനൊക്കെ നമുക്ക് അമ്പലത്തിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട്, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നും ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1425 റുപ്പീസാണ്. 1425. അപ്പോൾ നിങ്ങൾക്ക് ഈ ചുരിദാർ മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോൺ നമ്പർ കൊടുക്കാം, അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി.